everyone. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് രസവഹ ശ്രോതസ് ആൻഡ് പാണ്ഡു റിലേറ്റഡ് പോർഷൻസ് ആണ്. നമ്മളെ സിലബസിൽ രസവഹ ശ്രോതോദുഷ്ടി ചികിത്സ ആൻഡ് സംപ്രാപ്തി വിഘടന ചികിത്സ ആൻഡ് ചികിത്സാ സൂത്ര ഓഫ് പാണ്ഡു ഇത്രയും കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തത്. പക്ഷെ നമ്മളെ ക്ലാസ്സിൽ കുറച്ചും കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് നോട്ട്സ് ഉള്ളത്. ആ രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് എടുത്തിട്ട് പോവാം. സോ ഫസ്റ്റ് നമുക്ക് രസവാഹ സ്രോതസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഏത് സ്രോതസ് ചോദിച്ചാലും ഈ കാണുന്ന ഹെഡിങ്സ് ദാറ്റ് ഇസ് മൂല, ദുഷ്ടിനിദാന, ദുഷ്ടിലക്ഷണ ആൻഡ് ചികിത്സാ സൂത്ര ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് മൂല വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 2 കൊട്ടേഷൻസ് ആണുള്ളത്, സുശ്രുത ശാരീര ആൻഡ് ചരക വിമാനം. സോ ഈ 2 കൊട്ടേഷൻസും എന്തായാലും ബൈഹാർട്ട് ചെയ്യുക. സിമ്പിൾ കൊട്ടേഷൻ ആണ്. 2 കൊട്ടേഷൻസിലും പറഞ്ഞ കാര്യം സെയിം ആണ്, പക്ഷെ പ്രസന്റ് ചെയ്ത രീതി ഡിഫറെൻ്റ് ആണ്. സുശ്രുത പ്രസന്റ് ചെയ്തത് രസവഹിദ്വേ തയോ മൂലം ഹൃദയം രസവാഹിനിശ്ച ധമന്യഃ. ഹൃദയ ആൻഡ് രസവാഹിനി ധമനീസ് ആണ് എന്ത് രസവഹ ശ്രോതസ്ന മൂല. ഇനി ചരക വിമാനത്തിൽ പറയുന്നത് രസവഹാനാം ശ്രോതസാം ഹൃദയ മൂലം ദശാച്ച ധമന്യഃ. ഹൃദയ ആൻഡ് ദശധമനീസ് രണ്ടും സെയിം ആണ്, ബട്ട് ലൈക്ക് ഡിഫറെൻറ്റ് രീതിയിലാണ് കൊട്ടേഷൻ പറഞ്ഞു പോകുന്നത്. സോ എന്തായാലും കൊട്ടേഷൻസ് ബൈഹാർട്ട് ചെയ്യാം. ഹൃദയ ആൻഡ് ദ 10 ധമനീസ് ആർ ദ മൂലാസ് ഓഫ് രസവഹ ശ്രോതസ്. അങ്ങനെ മൂല കഴിഞ്ഞു. നെക്സ്റ്റ് ദുഷ്ടി നിദാന. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് രസവഹ ശ്രോതസ് വിഷിയേറ്റ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സീൻ ഇമാജിൻ ചെയ്യാം. സപ്പോസ് നമ്മൾക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഭയങ്കര വിശന്ന് ആണ് നമ്മൾ പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പം അവിടെ ചെല്ലുമ്പം ബിരിയാണി ഉണ്ട്, ഡെസേർട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ബിരിയാണി എങ്ങനെയായിരിക്കും? കുറേ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറേ നെയ്യും എണ്ണയും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ബിരിയാണി ആയിരിക്കും നമുക്ക് കഴിക്കാൻ കിട്ടുക. സോ നമ്മൾ വിശപ്പ് കാരണം അങ്ങനത്തെ ആ ഒരു ബിരിയാണി കുറേ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കഴിച്ചു എന്ന് ഇമാജിൻ ചെയ്യാം. അങ്ങനെ ബിരിയാണി കഴിച്ച് കഴിഞ്ഞ് എന്തായിരിക്കും ഡെസേർട്ടായിട്ട് എന്താ നമുക്ക് ഐസ്ക്രീം ആണല്ലേ കിട്ടുക. സോ അവിടെ ഐസ്ക്രീമും ഉണ്ടെന്ന് വിചാരിക്കാം. സോ ആ ഒരു സീനിൽ നമുക്ക് ഈ നിദാനാസ് കിട്ടും. ഫസ്റ്റ് വൺ ഗുരു ആഹാര. ബിരിയാണി അല്ലേ, ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹെവി ഫുഡാണ്. സോ ഗുരു ആഹാര. നെക്സ്റ്റ് വൺ അതിസ്നിഗ്ധ, എക്സസ് ഓയിലി ഫുഡ്. സോ ബിരിയാണി കുറേ നെയ്യും എണ്ണയൊക്കെ ആയിട്ട് ഓയിലി ആണ്. സോ ദാറ്റ് ഇസ് അതിസ്നിഗ്ധ. അതിമാത്ര, ഈറ്റിംഗ് ഫുഡ് ഇൻ എക്സസ്. വിശപ്പ് കാരണം കുറേ ഫുഡ് കഴിച്ചു. സോ ഈറ്റിംഗ് ഫുഡ് ഇൻ എക്സസ്. പിന്നെ ഡെസേർട്ടായിട്ട് ഐസ്ക്രീം കഴിച്ചു. ശീതാഹാര, കോൾഡ് ഫുഡ്. നെക്സ്റ്റ് എന്താണ്? അതിചിന്തനാത്. സോ ഇത്രയും 4 എണ്ണം പറയുന്നത് ആഹാര ഫാക്ടേഴ്സ് ആണ്. ഈ രസവഹ ശ്രോതസ് വിഷയിറ്റ് ചെയ്യാൻ ആഹാര ഫാക്ടേഴ്സ് മാത്രമല്ല, ഒരു മാനസിക ഫാക്ടർ കൂടെ ഉണ്ട്. ദാറ്റ് ഇസ് അതിചിന്തനാത്, സ്ട്രെസ്. ഓക്കെ, സോ 5 നിദാനാസ് ആണ് ഉള്ളത്. സോ ഈ ഒരു സീൻ വെച്ചിട്ട് ഈ 5 നിദാനാസും ഓർത്തെടുക്കുക. ശ്ലോകം ഉണ്ട്, ശ്ലോക ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ബൈഹാർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ സാൻസ്ക്രിറ്റ് ടേംസ് എഴുതുക, ബ്രാക്കറ്റിൽ ഇംഗ്ലീഷ് ടേംസും എഴുതുക. ഇംഗ്ലീഷ് ടേംസ് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. സാൻസ്ക്രിറ്റ് ടേംസും ഇംഗ്ലീഷ് ടേമും കൂടെ എഴുതുക. നെക്സ്റ്റ് രസവഹ ശ്രോതോദുഷ്ടി ലക്ഷണം. ഇങ്ങനെ ഈ നിദാനസ് ഒക്കെ കാരണം നമ്മൾ ചാനൽസ് വിഷിയേറ്റ് ചെയ്തു. അപ്പം നമ്മളെ ബോഡിയിൽ കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഇത് നമുക്ക് കണക്ട് ചെയ്യാം. ഈ ശ്ലോക ബൈഹാർട്ട് ചെയ്യുക. ഈസി കൊട്ടേഷനാണ്, പണ്ട് പഠിച്ചിട്ടുള്ള കൊട്ടേഷനാണ്. അശ്രദ്ധാച്ച അരുചിഹി, ആസ്യ വൈരസ്യ അരസജ്ഞത, ഹൃല്ലാസ ഗൗരവം തന്ത്രാച്ച അംഗമർദ്ദ ജ്വരതമ. സോ നമുക്ക് നിദാനയും ലക്ഷണയും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. അങ്ങനെ നമ്മൾ ഫംഗ്ഷന് പോയി ബിരിയാണിയും ഡെസേർട്ടൊക്കെ കഴിച്ചു. അങ്ങനെ നമുക്ക് ആകെ ഇത്രയും ഫുഡ് വാരി വലിച്ച് കഴിച്ച് നമ്മളെ വയറ് പണി കിട്ടിയ ഒരു അവസ്ഥയിലാണെന്ന് വിചാരിക്കാം. സോ അങ്ങനത്തെ ആ ലക്ഷണാസാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഹൃല്ലാസ, നോസിയ. കുറേ ഭക്ഷണം വാരി വലിച്ച് കഴിച്ചാൽ എന്തുണ്ടാവും? നമുക്കൊരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും അല്ലേ? ദാറ്റ് ഇസ് ഹൃല്ലാസ. ഗൗരവം, കുറേ ഫുഡ് കഴിച്ചാൽ നമുക്ക് ബോഡി ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. സോ ദാറ്റ് ഇസ് ഗൗരവം, ഹെവിനെസ്. തന്ത്ര, ഡ്രൗസിനെസ്. എങ്ങനെ കുറേ ഫുഡ് കഴിച്ചാൽ നമുക്ക് എന്തായിരിക്കും തോന്നുക? എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും അല്ലേ? ദാറ്റ് ഇസ് തന്ത്ര, ഡ്രൗസിനെസ്. സോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞല്ലോ, വയറിന് പണി കിട്ടി, ഒരു ഫുഡ് പോയ്സൺ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഫുഡ് പോയ്സൺ മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമുക്ക് എന്ത് വരും? ഒരു സിംറ്റമായിട്ട് ജ്വര കാണാൻ പറ്റും, ഫീവർ. സോ ഫീവർ അസോസിയേറ്റഡ് എന്തുണ്ടാവും? അംഗമർദ്ദ, ബോഡി പെയിൻ ആൻഡ് തമ, ഫീലിംഗ് ഓഫ് ഡാർക്ക്നെസ് ഇൻ ഫ്രണ്ട് ഓഫ് ഐസ്. വയ്യാതെ കിടക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? കണ്ണിൻ്റെ മുന്നിൽ ഫുൾ ഒരു ബ്ലാക്ക് ഔട്ട് പോലെ തോന്നും അല്ലേ? വയ്യാണ്ടായി ഫുൾ കണ്ണിൻ്റെ ചുറ്റും ഒരു കറുപ്പ് ഫീലിംഗ് ആയിരിക്കും നമുക്ക്. ദാറ്റ് ഈസ് ഫീലിംഗ് ഓഫ് ഡാർക്ക്നെസ് ബിഫോർ ഐസ്.
പിന്നെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ആരെങ്കിലും ഒരു ബിരിയാണിയും കൂടെ കൊണ്ടുതരാമെന്ന് വിചാരിക്കും. നമുക്ക് ബിരിയാണി കഴിക്കാൻ തോന്നും. എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ കഴിക്കാൻ? ഇല്ല. അശ്രദ്ധ, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഫുഡ്. അരുചി, ടേസ്റ്റ്ലെസ്നെസ്. നമുക്ക് ആ ഫുഡിനോടൊന്നും ഒരു ടേസ്റ്റും തോന്നില്ല അല്ലേ? പ്രത്യേകിച്ച് ഈ പനിയൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ഒരു ഫുഡിനോട് ഒരു ടേസ്റ്റും തോന്നില്ല. കഴിക്കുന്ന ഫുഡിനാണെങ്കിൽ തന്നെ ഒരു പൊട്ട ടേസ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് തോന്നുക അല്ലേ? സോ അരുചി, ടേസ്റ്റ്ലെസ്നെസ്. ആസ്യവൈരസ്യ, വിയേർഡ് ടേസ്റ്റ് ഇൻ മൗത്ത്. പനിയൊക്കെ വരുമ്പോൾ നമുക്ക് വായിലൊരു വേറൊരു ടേസ്റ്റ്, ഒരു വിയേർഡ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് ആസ്യവൈരസ്യ. അരസജ്ഞത, ഇനബിലിറ്റി ടു പെർസീവ് ടേസ്റ്റ്. എന്താണോ ഫുഡ് അതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റില്ല. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. സോ ഇത്രയാണ് ലക്ഷണാസ്. കണക്ട് ചെയ്ത് പഠിക്കാം. ബിരിയാണി കഴിച്ചിട്ടുള്ള അവസ്ഥ, ഫുഡ് പോയ്സൺ വന്നിട്ടുണ്ടെങ്കിൽ ലക്ഷണാസ്, പിന്നെ ഒരു ബിരിയാണി കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ. ഇത് കണക്ട് ചെയ്ത് പഠിക്കാം. ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ചികിത്സാ സൂത്ര കൊട്ടേഷൻ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് പഠിക്കണം. 1 ലൈൻ കൊട്ടേഷൻ ആണ്. രസജാനാം വികാരാണാം സർവം ലംഘനം ഔഷധം. എല്ലാ രസവഹ ശ്രോതസ് വികാരാസിൻ്റെയും ഔഷധം എന്താണ്? സർവം ലംഘനം. ലംഘനമാണ് മെയിൻ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. വിസിയേഷൻ ഓഫ് രസവഹ ശ്രോതസ് ക്യാൻ ബി ട്രീറ്റഡ് ബൈ ലംഘന. സോ ഈ ലംഘനയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളെ ദശവിധ ലംഘനാസ് ആണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് വമന, വിരേചന, നിരൂഹവസ്തി, നസ്യ, പിപാസ, മാരുത, ആതപ, പാചന, ഉപവാസ, വ്യായാമം. നമുക്ക് അറിയാലേ, ചതുഷ്പ്രകാരോ സംശുദ്ധി. ഈ ചതുഷ്പ്രകാര സംശുദ്ധിയാണ് വമന, വിരേചന, നിരൂഹസ്തി, നസ്യ. ചതുഷ്പ്രകാരോ സംശുദ്ധി, പിപാസ, മാരുത, ആതപു. ആ കൊട്ടേഷൻ ഒന്ന് കോട്ട് ചെയ്തിടുക അവിടെ. ശ്ലോകാസ് എഴുതുന്ന എപ്പോഴും എക്സ്ട്രാ ഒരു ബോണസ് മാർക്ക് തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ അതും എഴുതുക. കൊട്ടേഷൻ അറിയുന്ന ആൾക്കാർ കൊട്ടേഷൻ എഴുതുക. പിന്നെ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതിയിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് സൈഡിൽ എഴുതി വെക്കുക. ഇപ്പം ടോട്ടൽ 10 കാര്യങ്ങളാണ് ലംഘനയിൽ പറയുന്നത്. അതും എഴുതി വെക്കാം. സോ അങ്ങനെ നമ്മൾ രസവാഹ ശ്രോതസ് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് മൂല പറഞ്ഞു, നിദാന പറഞ്ഞു, ലക്ഷണ ആൻഡ് ചികിത്സാസൂത്രം. ഇത്രയാണ് രസവാഹ ശ്രോതസ്സിൽ പറയുന്നത്.